നമുക്കിവിടെ കാർ നിർത്താം. ഗായ്സ് നമ്മളിവിടെ കാർ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രേ ചെയ്യാം നമ്മുടെ എല്ലാ കാര്യവും നടക്കണമെന്ന് പറഞ്ഞിട്ട്. ഗായ്സ് എൻ്റെ എല്ലാ കാര്യം നടക്കണം ഗായ്സ്. അപ്പോൾ നമ്മൾ പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് കാർ സ്ഥലം അറിയില്ല. അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യേണ്ടത് ചോദിക്കാം കേട്ടോ. ഈ പട്ടാളക്കാരൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചോദിക്കാം കേട്ടോ. ചേട്ടാ ഈ കാർ വാശ സ്ഥലം ഏതോ? ഗായ്സ് ആ ചേട്ടാ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയിട്ടാ. എൻ്റെ അടുത്ത് ചോദിക്കാം എന്തെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഗൈസ് ഇവർക്കൊന്നും നമ്മളെ മൈൻഡില്ല ഗൈസ്. ഗൈസ് നമ്മൾ പൊക്കെ ചാടിയിട്ടാ. ഗൈസ് ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, ചേട്ടാ ഈ പുതിയ കാർ കളക്ഷൻ ഏതാ, സ്ഥലം ഏതാ? നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ കാർ വേവ്, അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ മതി. ഓക്കെ ചേട്ടാ ശരി. ഗൈസ് ആ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് പോകാട്ടോ. ഗൈസ് ആ ചേട്ടൻ നമുക്ക് ടാറ്റൊക്കെ തന്നെയാണ് കേട്ടോ, പൊക്കോളാൻ പറഞ്ഞിട്ട്. ഗൈസ് നമുക്ക് ഇനി വണ്ടി എടുത്തിട്ട് പോവാം. ഗായ്സ് നമ്മൾ മരിക്കുന്ന സ്ഥിതിയിലാട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ മരിക്കുന്ന സ്ഥിതിയിലാട്ടോ ഗൈസ്. നമ്മൾ മേലിലേക്ക് കയറാൻ പറ്റില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് മേലിലേക്ക് കയറിയിട്ടോ. ഗൈസ് നമ്മൾ കണ്ണോട് നോക്കിയപ്പോൾ നമ്മൾ നിലത്തായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ എടുത്തോണ്ട് വന്നു കേട്ടോ. നമ്മളിത് വീട്ടിലുണ്ട്. ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഗൈസ് രാത്രിയുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി കടന്നുറങ്ങാട്ടോ. രാവിലെ ആട്ടെ കടന്നുറങ്ങാട്ടോ ഗൈസ് നമുക്കപ്പോൾ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നട്ടപ്പാതിരയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ നമുക്ക് ഇനി കാർ എടുക്കാനൊക്കെ പോവാട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ രാവിലെ ഉണ്ട്, വെളുപ്പമുണ്ട്. നമ്മൾ ഉറക്കം മതിയായില്ല. പക്ഷെ നമുക്കിനി നേരത്തെ പോകണ്ട കേട്ടോ ഗൈസ്. നമുക്കിനി താഴേക്ക് പോവാട്ടോ. ഫുട്ബോൾ എടുക്കണം, കിക്ക് ചെയ്തിട്ട് പോവാം. ഫസ്റ്റ് നമുക്കൊന്ന് കുളിക്കാം കേട്ടോ. മേലൊക്കെ രാത്രി കിടന്ന് ഉറങ്ങിയതല്ലേ ഗൈസ്. നന്നായി നമുക്ക് കുളിക്കാട്ടോ ഗൈസ്. നന്നായി നമ്മൾ കുളിക്കാട്ടോ ഗൈസ്. നമ്മൾ കുളിക്കാട്ടോ നന്നായി. നമ്മൾ കുളിച്ച് കയ്യാറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിനി നടന്ന് പോകാട്ടോ. നമുക്കിനി പുതിയ കാർ എടുക്കണം ഗൈസ്. ഇത് ഇവിടുത്തെ നേരത്തെ ഹൗസ് ഓണറിൻ്റെ കാറായിരുന്നു കേട്ടോ. നമ്മളിത് അവർ നമുക്ക് തന്നോട്ട് എടുക്കാൻ വന്നു ഗൈസ്. നമുക്കിനി പോവാം ഗൈസ്. എന്താണെന്നറിയില്ല ഗൈസ്, പോലീസ് നമ്മൾ അറിയാതെ ഇടിച്ചെന്ന് തോന്നാൻ. പോലീസ് നമ്മളെ പുറകൊക്കെ വന്നിട്ടാണ് സ്പീഡിൽ വിടാൻ കഴിയും. സ്പീഡിൽ വിടാട്ടോ ഗൈസ്. നമ്മൾ സ്പീഡിൽ ശരിക്കും വിടോട്ടോ. കൺട്രോട്ടുള്ള ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ ഗൈസ് നമുക്ക് ബോധമൊക്കെ പോകണ്ട ഗൈസ്. നമ്മൾ വീണ്ടും ഇവിടെ നമുക്ക് നീന്താൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒന്നോടെ കനാലി ചടിയുണ്ട് കേട്ടോ ഗൈസ്. കനാലി ചടിയുണ്ട്. അപ്പോൾ ഗൈസ് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ആണോന്ന് തോന്നണേ. നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലയിട്ട് പോട്ടോ. നമ്മുടെ പവർ ഓൺ കേട്ടോ. നമുക്കൊരു പവർ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്കൊരു പവർ ഉണ്ട് കേട്ടോ. ആ പവറിൽ നമ്മൾ വന്നിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു പാച്ചിൻ്റെ മേളിൽ കയറിയുണ്ട് കേട്ടോ. നമുക്ക് ഇന്നെങ്കിലും ഒരു നല്ല കാർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമുക്ക് തലയൊക്കെ കറങ്ങും കേട്ടോ ഗൈസ്. തല കറങ്ങുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തല ഇറങ്ങാൻ നിൽക്കാൻ പറ്റില്ല ഗൈസ്. തല ഇറങ്ങാം ഗൈസ്. നമുക്കിനി താഴേക്ക് പോവാം. താഴെ ഉണ്ട് ഗൈസ്. പോലീസ് രക്ഷിക്കാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പോൾ
പോവാട്ടാ. അപ്പം വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ പോവാം അങ്ങോട്ട്. അപ്പോൾ ഏതുപോലെ ഇവിടെ ആരാണ്ട് ഉപേക്ഷിച്ചിട്ട വണ്ടിയായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഗായ്സ് എത്താറായിട്ട് സ്ഥലം, ഏകദേശം എത്താറായിട്ട് സ്ഥലം. അതേ നമ്മൾ സ്പീഡിലോട്ട് പോകണം. ഗായ്സ് നമ്മൾ സ്പീഡിലോട്ടാണ് പോണേ. അപ്പോൾ നമുക്ക് പോകുന്നൊരു നമ്മൾ പഴയ ഗുണ്ടില്ലായിരുന്നു ഗൈസ്, ഗുണ്ട ഗൈസ് കാട് തെറ്റിട്ട് കുടുങ്ങിയാന്ന് തോന്നണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പഴയ ഗുണ്ടില്ല ഗൈസ്. നമുക്ക് ATM നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ATM ഹാക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ ആരും കാണാനില്ല കേട്ടോ ഗൈസ്, ആരും കാണാനില്ല. ഇവിടെ നിന്നൊരു കോഴി വീവുണ്ട് കേട്ടോ, ഇവിടെ അടുത്താന്ന് തോന്നണേ. ഗൈസ് നമ്മൾ ATM ഹാക്ക് ചെയ്യാൻ പോവാട്ടോ. ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഹാക്കിങ് പറ്റില്ല, പോലീസ് എന്തായാലും പിടിച്ചു എന്ന് പറഞ്ഞ കേട്ടോ. 7 സെക്കൻഡായി ഗൈസ്. 5 ഗൈസ് നമ്മൾ ATM ഹാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈസ ഇട്ടുണ്ട് 500. അപ്പോൾ നമുക്ക് കാർ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം. പൈസ നമുക്ക് ആവശ്യമാവും കേട്ടോ ഗൈസ്, പൈസ നമുക്ക് ആവശ്യമാവും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം, കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം നമുക്ക്. ഗായ്സ് നമ്മൾ പോവാട്ടോ. അപ്പോൾ ഏകദേശം വണ്ടി ഇടിക്കുമല്ലോ ഗായ്സ്, വണ്ടി അതത് ഇടിച്ചു കേട്ടോ. നമുക്ക് വിശ്വാസം പോവാട്ടോ. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് വിടാട്ടോ ഗൈസ്. എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ട കേട്ടോ ആൾക്കാർ. അപ്പോൾ ഗായ്സ് നമുക്കിനി ആ സ്ഥലത്തേക്ക് വണ്ടി വിടാട്ടോ. നമ്മൾ സ്പീഡിൽ പോവാട്ടോ. ഗായ്സ് സ്ഥലം എത്താറായില്ല. പക്ഷെ നമ്മൾ വേറെ വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ചേട്ടൻ ആളിനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഗൈസ് നമുക്ക് ഈ ചേട്ടൻ ചോദിക്കാം കേട്ടോ. നമുക്ക് ഈ ചേട്ടൻ ചോദിക്കട്ടെ ഗൈസ്. ചേട്ടാ, ഹലോ ചേട്ടാ, ഈ കാർ എടുക്കുന്ന സ്ഥലത്ത് എവിടെയാ മോനെ? എനിക്കറിയാൻ പാടില്ല മോനെ. ആ ശരി ഗൈസ്, ഈ ചേട്ടൻ അറിയാൻ പാടില്ല എന്നാട്ടോ പറഞ്ഞേ. നമുക്ക് വേറെ ആരും ഇത് ചോദിക്കാം ഗൈസ്. നമുക്ക് ഈ പോലീസുകാരുടെ ചോദിക്കാം കേട്ടോ, എവിടെയാണെന്ന് നമുക്ക് ചോദിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചോക്കാം. പോലീസേ, ഈ കാർ എടുക്കുന്ന സ്ഥലത്ത് എവിടെയാണെന്നറിയോ മോനെ? ആ നേരെ പോയിട്ട് വലത്തേക്ക് തിരിഞ്ഞാൽ മതി, അവിടെ എത്തും. അപ്പോൾ ഗൈസ് ആ പോലീസ് പറഞ്ഞാൽ നമ്മളത് നേരെ പോയിട്ട് വലത്തേക്ക് തിരിഞ്ഞാൽ മതി എന്നാ. ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തേക്കാണെന്ന് ചോദിക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ട് ഇനി വണ്ടി ഇടാട്ടോ. പോലീസൊക്കെ നമ്മളിത് ചോദിച്ച പോലീസ് പോകാൻ വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് ശരിക്കും നേരെയാണോ? അവിടെ തന്നെയാണോ? നേരെ പോയിട്ട് വലത്തേക്ക് കഴിഞ്ഞാട്ടോ ആ പോലീസുകാർ പറഞ്ഞ നേരെ പോയിട്ട് വലത്തേക്ക്. അപ്പോൾ ഗായ്സ് ഇതെന്തൊക്കെ നമ്മൾ ഇടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നേരെ പോയിട്ട് വലത്തേക്ക് തിരിഞ്ഞാണ്ട് ഗൈസ്. എവിടെയാണെന്നറിയോ? കാർ എടുക്കണ സ്ഥലം ഗൈസ്. നമ്മൾ ആ പോലീസിനെ പറ്റിച്ച നമ്മൾ വന്ന സ്ഥലത്തിൽ കൂടെയല്ലേ പോകണേ. വന്ന സ്ഥലത്തിൽ കൂടെയൊക്കെ പോകണേ, എന്താണെന്ന് ആർക്കറിയാം. ഇതിൽ കൂടെ നമ്മൾ വന്നിട്ട് നമുക്ക് നേരെ ഇതിൽ കൂടെ കുറച്ച് നേരം മുമ്പ് വന്നത് ഗൈസ്. നമ്മൾ ഇതിൽ കൂടെ കുറച്ച് നേരം മുമ്പ് നമ്മൾ വന്നത്. അപ്പോൾ പറ്റുമോയെന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോവാട്ടോ. അപ്പോൾ വേറെ ആയിട്ട് വഴി ചോദിക്കണം കേട്ടോ ഗൈസ്. കാർ എന്തായാലും ഇടിച്ചു. നമുക്ക് വേറെ ആയിട്ട് വഴി ചോദിക്കാം കേട്ടോ. ഇവിടെ കാറും കിടക്കണ്ട, അതുകൊണ്ട് വിഷയമില്ല. ചേട്ടാ 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 പോലെ 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 ചേട്ടാ, ഈ കാർ പിന്നെ സ്ഥലം എവിടെയാ മോനെ? ഞാൻ എനിക്ക് ഗൂഗിൾ മാപ്പിൽ പറഞ്ഞു തന്നേക്കാം. അല്ല ചേട്ടാ അത് വേണ്ട, എനിക്ക് പറഞ്ഞാൽ മതി, ഗൂഗിൾ മാപ്പിൽ ചെയ്യണ്ട. ഹലോ പോലീസേ, ഇവിടെ ആരാണ്ട് വന്നേക്കണു. അല്ലാ ഗൈസ് ഓടിക്കോട്ടെ ഗൈസ്. അയാൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ നമുക്ക് ഓടേണ്ട നല്ലത്. അയാൾ പോലീസ് വിളിച്ചിട്ടുണ്ട്. നമ്മളെ കാറ് മോഷ്ടിക്കാൻ വിചാരിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഗൈസ് പോലീസിനെ വിളിച്ചു. ഗൈസ് അയാൾ പോലീസിനെ വിളിച്ചായിരുന്നു. ഗൈസ് ഓടണത് നല്ലത്. ഗൈസ് പോലീസിനെ വിളിച്ചു. അയാൾ പോലീസിനെ വിളിച്ചു. ഗൈസ് വണ്ടി നീങ്ങല്ല വന്നാലും. ഗൈസ് വണ്ടി നീങ്ങല്ലാട്ടെ. വണ്ടിക്ക് ഇവിടുന്ന് എണീച്ചിട്ട് ഓടിയാലോ. ഗൈസ് നമ്മളെ പോലീസ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ പോലീസ് പിടിച്ചു. നമ്മളെ ജയിലിൽ കൊണ്ടിട്ടു. നീ ഇവിടെ കിടക്കടാ. കുറേ നേരമായി പോവാം. ഗൈസ് നമ്മളെ ജയിലിലാട്ടോ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ ഗൈസ്? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം നമുക്ക് പുറത്തിറങ്ങാൻ ശ്രമിച്ചു നോക്കാം. പൊട്ടിക്ക് നമുക്ക് എസ്കേപ്പ് ആവാം. ഗൈസ് പൊട്ടിക്ക് ശരിക്കും പൊട്ടിക്കട്ടെ. ഗൈസ് ശരിക്കും പൊട്ടിക്കട്ടെ. ഗൈസ് ശരിക്കും പൊട്ടിക്കട്ടെ. അത് ശരിക്കും അത് പൊട്ടിക്കട്ടെ. ഗൈസ് ശരിക്കും പൊട്ടിക്കുകയാണ്. വേഗം ഗൈസ് നമുക്ക് പൊട്ടിക്കാൻ സാധിച്ചില്ല. നമ്മൾ പുറത്തിറങ്ങാൻ കേട്ടോ. പോലീസ് നമ്മൾ ജയിലിലിട്ടു. ഗൈസ് നമുക്കിനി പോലീസിൻ്റെ വണ്ടി എടുത്തോണ്ട് നമുക്ക് പോകട്ടോ. ഗൈസ് നമുക്ക് പോലീസ് വണ്ടി എടുത്തോണ്ട് പോകട്ടോ. അപ്പം ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകട്ടോ. അല്ല വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകട്ടോ. നമ്മൾ പുതിയ കാർ എടുക്കാനുള്ള ലക്ഷ്യത്തിൽ നമ്മൾ പോകട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി കാർ എടുക്കുന്ന സ്ഥലം ഏതാണ്.